ഇന്ന കുട്ടി ഉണ്ടായിട്ടാണ് എന്റെ കമ്പനി ഉണ്ടായത്, മറ്റേ ചെക്കണ്ടല്ലോ ആ ദജ്ജാല് ഉണ്ടായിട്ട് എന്റെ കമ്പനി പൊളിഞ്ഞു പോയത്. അപ്പൊ നബീനെ കുറിച്ച് ദജ്ജാൽ എന്ന് പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ടോ? അത് പറയാനാണോ അത് കെവി പറഞ്ഞത്? ആണോ? അതിന്റെ പൂർണ്ണ രൂപം കാണിച്ചു കൊടുക്ക്. അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പൊ നമുക്കുണ്ട് ഈ വിശ്വാസല്ലേ? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിറന്നു വീണത്, അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷ, ആ ദജ്ജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. മുജാഹിദാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. ചിലവർ പറയുന്നുണ്ട്, ചില ഭാര്യമാർ ഇത്തരം ആളുകളോട് പറയും, ഞാനിവിടെ വന്ന് കയറിയതിന്റെ ശേഷമല്ലേ നിങ്ങളുടെ ഖൈറുണ്ടായത്, അപ്പൊ നിങ്ങള് തല കുലുക്കിയിട്ട് അതൊക്കെ ശരിയാണ്, എന്റെ ഖൈർ തന്നെയാണ് പറയാത്ത ആളുകൾ ആരാള്? അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പടച്ച തമ്പുരാൻ ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കയ്യിൽ നൽകും. അത് പടച്ച തമ്പുരാന്റെ നിയമമാണ്. എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി. അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പഠിപ്പിക്കാനാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടില് മുജാഹിദും സുന്നിയൊക്കെ പറയുന്നുണ്ട്, ഇന്റെ ആ കുട്ടി ഉണ്ടായപ്പോ ഇന്റെ എല്ലാ കമ്പനിയും പൊളിഞ്ഞുപോയി, ഇന്ന കുട്ടി ഉണ്ടായപ്പോ എനിക്ക് അനുഗ്രഹം ഉണ്ടായി. ഈ വിശ്വാസത്തിന് അതിന്റെ എല്ലാ നിലക്കും അതിന്റെ ബേസിക്കലായ തിയറിക്ക് തന്നെ കത്തിവെച്ചുകൊണ്ടാണ് ആരുടെ ജന്മം, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം. ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചു, 6 വയസ്സായപ്പോ ഉമ്മ മരിച്ചു. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഇതാണില്ലേ ആള് എന്നാ പറയാ. എന്നിട്ട് പിന്നെ വിശദീകരിക്കുകയാണ്, അന്ന കമ്പനി ഉണ്ടായത് ഇന്ന കുട്ടി കൊണ്ടാണ്, മറ്റേ ചെക്ക ഉണ്ടായപ്പോഴാണ് എനിക്ക് എല്ലാ നാശം ഉണ്ടായത്, ആ ദജ്ജാല് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറയരുത്. മുജാഹിദ് പറയരുത്, സുന്നി പറയരുത്. വീട്ടിലേക്ക് കയറി വന്ന ഭാര്യയോട് നമ്മൾ പറയാ, നീ വന്നിട്ട് എനിക്ക് ഖൈറുണ്ടായത്, അത് പറയരുത് എന്ന് പഠിപ്പിക്കാനത് പറഞ്ഞ്. അള്ളാന്റെ റസൂൽ ദജ്ജാലാണെന്ന് പറയാനല്ല, അള്ളാഹുവിന്റെ റസൂൽ ദജ്ജാലാണെന്ന് പറയാനല്ല. തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഈ സമുദായത്തെ? അള്ളാഹുവിന്റെ റസൂലിനെ വരെ ദജ്ജാൽ എന്ന് പറഞ്ഞില്ലേ? നബിന്റെ വാപ്പ നരകത്തിലാന്ന് പറഞ്ഞില്ലേ? നബിന്റെ ഉമ്മ നരകത്തിലാന്ന് പറഞ്ഞില്ലേ? എന്നൊക്കെ ചോദിച്ച് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? എന്താ അതിൽ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? എത്ര സ്ഥലത്ത് നിങ്ങളെ സക്കാഫിമാർ ഇട്ടതാണ്, എന്നിട്ട് മറുപടി കൊടുത്തതിനു ശേഷം മിണ്ടാതെ പോയതല്ലേ? അതുകൊണ്ട് എന്താ ഈ വിഷയത്തിന്റെ മർമ്മമെന്ന് മനസ്സിലാക്കാതെ, അപ്പൊ സത്യത്തിൽ ക്ലിപ്പിംഗിന്റെ രംഗത്ത് എന്താ നടക്കുന്നത്? ബാലുശ്ശേരി പറയും. മുഹമ്മദ് നബി സുന്നിയായിരുന്നു, കട്ടായി. അതിനപ്പുറത്ത് വേറെ ഉണ്ടാവും, അത് കേൾപ്പിക്കാൻ സമയമല്ല. ഏതുപോലെ ഇപ്പൊ ഖുർആനിൽ ഒരുപാടായത്ത് നേരെ വിപരീത അർത്ഥം കിട്ടുന്ന ഞാൻ കേൾപ്പിച്ചുതരാം. വമാ അർസൽനാക, അതിനൊന്ന് അർത്ഥം പറഞ്ഞു നോക്കികള്. വമാ അർസൽനാക, താങ്കളെ അയച്ചിട്ടില്ലേ? റസൂലിനെ അയച്ചിട്ടില്ലേ? പ്രവാചകനെ അയച്ചിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ അത് മാത്രമായിട്ട് ഓതിയാലോ? താങ്കളെ അയച്ചിട്ടില്ല അല്ലെ? എത്ര സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഓതണോ, അപ്പോഴേ അർത്ഥം കിട്ടും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം, അതൊരു ആയത്താ. ആ ആയത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്നവർക്കാകുന്ന നാശം അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട്
എന്ത് വേണോ? പള്ളി വേണ്ട, പള്ളി ഉണ്ടാക്കണ്ട, പള്ളിപ്പിരിവ് വേണ്ട എന്ന് ഓനെ മന്ദബുദ്ധിനെ വിളിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്ത് കുറെ വാചകമുണ്ട്. ആ വാചകം കേൾപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരു മിനിറ്റ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് മുജാഹിദികളോട്, എന്റെ ക്ലിപ്പിംഗ് ആയിരിക്കും സുന്നികൾ കൂടുതൽ ഇടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണായി പിറന്ന ഒരുത്തൻ, നട്ടലുള്ള ഒരു മിനിറ്റ് അപ്പുറം എന്റെ കേസറ്റ് കേൾപ്പിക്കുന്നതിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും കേട്ട ഇവരെ കാറ്റുപോകും. ഞാൻ എന്താ പറയുന്നത്, എന്താ വിശദീകരിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? മാത്രമല്ല ഈ കേസ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിൽ നിന്നാണല്ലോ ഒരു മിനിറ്റ് പോട്ടെ, 1 മിനിറ്റ് 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 2.5 സെക്കൻഡ് ഒക്കെ ഇടുന്നത്. ഒരു നാട്ടിലൊരാൾ മൈക്കെട്ടിയിട്ട് 2.5 സെക്കൻഡ് വയൽ ഏതായാലും പറയില്ലല്ലോ. 2.5 മണിക്കൂർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെയാണ് ഇത്ര നികിഷ്ടമായി കട്ട് ചെയ്ത് കളിപ്പിക്കുന്നത്. ഒരൊറ്റ ക്ലിപ്പിംഗും സത്യസന്ധമല്ല. എന്റെ ക്ലിപ്പിംഗ് ഇട്ടത് ഒരെണ്ണം പോലും ഞാൻ ആ പറഞ്ഞതുമായോ നിങ്ങൾ ധരിച്ചതുമായോ അതിന് ബന്ധമില്ല, ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? ഓരോ നാട്ടിലും ഞാൻ പ്രസംഗിച്ചത് പൂർണ്ണമായിട്ട് കേട്ട സമസ്തക്കാർക്കും ഇല്ല പരാതി, ബാക്കിയുള്ളവർക്കില്ല. കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അരവാക്ക്, അതാണ് ഒന്ന് ഇവിടെ ഇട്ട കേസറ്റിൽ ഒന്ന്, അത് കേൾപ്പിക്കാം. അതിനപ്പുറം ഞാൻ അതിന് വിപരീതം പറഞ്ഞു. ഏത്? ഞാൻ കള്ളു കുടിച്ചു എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു നിർത്തി എന്ന് ഭാസ്കരൻ പറയുന്നു എന്നതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ കേസറ്റ് ഞാൻ കള്ളു കുടിച്ചു കണ്ടോ, ബാലുശ്ശേരി പറഞ്ഞു കേട്ടോ അയാൾ കള്ളു കുടിച്ചു. ഇതാണ് സക്കാബിമാര്. ഭയങ്കര നിങ്ങളെ ചർമ്മ സൗഭാഗ്യ അപാരാണ്. കണ്ടാമൃഗം പോലും തോറ്റുപോകും, കണ്ടാമൃഗം പോലും നിങ്ങളോട് തോറ്റുപോകും. അത്ഭുതകരമാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയട്ടെ, ഇനി ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും 1 മിനിറ്റ് എന്റെ കേസറ്റ, അതിനത് കേൾക്കണമെങ്കിൽ ഈ ഇടുന്ന സാധനങ്ങൾ ഇത് കേൾക്കണ്ടേ? മർക്കസ് സക്കാബ് സുമിയെന്ന് ഇതിനു വേണ്ടി ഇരുന്നിട്ട് ശമ്പളം കൊടുത്ത് ഒരു കൂട്ടരെ ഇറക്കി കൊടുക്കുന്ന അത് ഏത് കേസറ്റിലാന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി നിങ്ങൾ. മുജാഹിദ് ബാലുശ്ശേരി അടുത്ത കേസറ്റിന്റെ പേരൊന്ന് പറയാമോ? എന്നറിയും. അത് തന്നെ. കാരണം ഇതിങ്ങനെ ആക്കിയിട്ട് പൈസക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി ഓനിങ്ങനെ 35-45 തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിട്ട് അപ്പുറം കളിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അതിൽ കഴിഞ്ഞു വേറെ ഒന്നുമില്ല. അതിലേ വേറെ ഒന്നുമില്ല. ഇല്ലേ വേറെ ഒരു കാര്യം അതിലില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നത് പ്രസംഗിക്കുന്ന ഉസ്താദിന് വെറുതെ ഒരു കുറിപ്പ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാന്ന് ഇതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പൊ കാണങ്ങൾക്ക് ഉസ്താദിന്റെ ഒക്കെ ഒരു വീര്യവും വിപ്ലവവും അറിവും കഴിവും തന്റേടോ ഒക്കെ മനസ്സിലായോ? കൂലി വയലുകാരാണ് കേട്ടോ. സലാത്തും ചൊല്ലി പൈസയും പിരിച്ച് ആരാന്റെ ഹറാമെന്നൊന്ന് ജീവിക്കുന്നവന് ഇതും ചെയ്യാ, ഇതിൽ കഴിഞ്ഞപ്പുറവും ചെയ്യാ. ആ ജാതിനെ കൊണ്ടുവരാനും പേറാനും ഈ ദുനിയാവിൽ മനുഷ്യന്മാരെ കിട്ടുന്ന ഒരു കാലം, ഒരു വല്ലാത്ത കാലം തന്നെയാണത്. എന്നിട്ട് കടകടാന്ന് കയ്യടിക്കാനും തക്ബീറിൽ അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു തിന്മ ഒരു സുന്നി ഒഴിവാക്കിയോ, ഒരു നന്മ സ്വീകരിച്ചോ? അല്ല. പിന്നെ ആകപ്പാട് ഒരു കിട്ടും മുജാഹിദ് ബാലുശ്ശേരി ഒരു മോശക്കാരനാണ് എന്ന്, സക്കരിയ സ്വലാഹി ഒരു മോശക്കാരനാണ്. വേറെ എന്താ ജനങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു സുന്നി ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ട് നന്നായിട്ടുണ്ടോ? കേടുകയെന്നല്ലാതെ. സഹോദര, മനുഷ്യനെ നന്നാക്കാനാണ് മതം, മനുഷ്യനെ നന്നാക്കാനാണ് പ്രബോധനം. അത് മറന്നു പോകരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. വിഷമമുണ്ട്. 3 മണിക്കൂർ നിങ്ങളുടെ വിലപ്പെട്ട സമയം, റിട്ടേൺ ഇല്ലാത്ത സമയം, വമ്പിച്ച മൈക്കും സംവിധാനങ്ങളും കെട്ടി പാവപ്പെട്ടവന്റെ പണം മുടക്കി നിങ്ങൾ നടത്തുന്ന ഈ പൊറാട്ട് നാടകം മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും, പഞ്ചമുച്ചമടക്കി നിൽക്കേണ്ടി വരും. ഒറ്റക്കൊറ്റക്ക് പടച്ചോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് തെക്ബീറും ധ്വനിയൊന്നും ഉണ്ടാവില്ല. ഓഹോയ് ഓഹോഹോയ് എന്നൊന്നും ചൊല്ലി കൊണ്ടുപോകാൻ സക്കാബി കൂട്ടങ്ങളൊന്നും പരലോകത്തുണ്ടാവില്ല. അന്ന് ഒറ്റക്ക് ചേലാകരണം ചെയ്യാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, അതേ നഗ്നപാതരായി, അങ്ങനെ പരലോകത്ത് വലക്കത് ജയിത്തുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. ഖുർആനിലെ 6-ാം അധ്യായം പഠിച്ചോ, മനസ്സിലാക്കിക്കോ. വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിക്കോ. ഖുർആനിലെ 6-ാം അധ്യായം 94-ാമത്തെ വചനം. ഒറ്റക്കൊറ്റക്ക് ഉമ്മ പ്രസവിച്ച പോലെ പരലോകത്ത് ഹാജരാക്കപ്പെടും. അവിടെ രക്ഷപ്പെടും. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഭാഗം കേൾപ്പിച്ചത് ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരിച്ചു നിങ്ങളും ചോദിക്കാം, നിങ്ങളിടുന്ന ഭാഗത്തിന്റെ അപ്പുറത്തുപുറത്തും കേൾപ്പിച്ചാല് പ്രശ്നാവൂലേ? ധൈര്യമായി പറയുന്നു, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കേൾപ്പിച്ചോളി. കട്ട് ചെയ്തൊന്നിട്ടിടില്ല. ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പറഞ്ഞിട്ടായിരുന്നത്. നിങ്ങൾ ക്ലിപ്പ് കൊണ്ട് കളിക്കുന്നുണ്ട്,
സക്കരിയ സലാഹിന്റെ കൂക്കല് മാത്രം ഇടുക, സലാഹിന്റെ കൂക്കല് മാത്രം അത് ഇങ്ങനെ എടുക്കുക. ബാലിശ്ശേരിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുക, സലാഹിനെ കൊണ്ട് കൂക്കിപ്പിക്കുക. അത് ക്ലിപ്പിങ്ങിലെ കളിയാ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. അലവി സക്കാഫി കാന്തപുരം കട്ടിരിക്കുന്നു എന്ന് പറയണത് കേൾപ്പിച്ചു കൊടുക്കുക. ഇത് പറഞ്ഞിട്ടാ ചെയ്യുന്നത് കേട്ടോ, ക്ലിപ്പ് കൊണ്ട് കാട്ടാന്ന് പറയാം. കാന്തപുരം കട്ടിരിക്കുന്നു, അദ്ദേഹം പെരുങ്കള്ളനാണ്, മഹാകള്ളനാണ്, വൃത്തികെട്ടവനാണ്, ഏറ്റവും ദുഷിച്ചവനാണ്. കണ്ടോ, കാന്തപുരം കട്ടിരിക്കുന്നു, ഏറ്റവും വലിയ ദുഷിച്ചവനാകുന്നു, പെരുങ്കള്ളനാകുന്നു. ഇതാരാ പറയണത്? അലവി സക്കാഫി. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ ചില ആൾക്കാരുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയാണ്. അത് മുറിച്ചെടുത്തിട്ട് നിങ്ങള് വേണമെങ്കിൽ ക്ലിപ്പാക്ക. അങ്ങനെ ആക്കുന്ന ഏർപ്പാട് നമുക്കില്ല. ആ ഏർപ്പാട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. പേരോട് സ്ഥായി ചെണ്ട മുട്ടുക. ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. സുഹൈൽ മുസ്ലിയാരെ കൊണ്ട് മണി മുട്ടിച്ചു. അങ്ങനെ മനസ്സിലായുണ്ടോ? ക്ലിപ്പിങ്ങില് ആദ്യമായി കേരളത്തിൽ ക്ലിപ്പിട്ടത് മുജാഹിദ് പ്രസ്ഥാനാ. മനസ്സിലായുണ്ടോ? അതിന് മറുപടി ക്ലിപ്പിംഗ് കൊണ്ട് പറയാൻ വന്നതാ പേരോട്. ശരിയായില്ല ഈ സാധനം. അപ്പൊ പേരോട് പറഞ്ഞു, ഈ കുന്തം വേണ്ട, നേർക്കുണ്ടെങ്കിൽ വാ. മനസ്സിലായുണ്ടോ? നിങ്ങൾ ക്ലിപ്പിംഗ് ഞങ്ങൾക്ക് പഠിപ്പിക്കണ്ട. കേരളത്തിൽ ആദ്യമായി ക്ലിപ്പിട്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരാ. നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിക്കാന്. അതിന് മറുപടി ക്ലിപ്പിംഗ് ആയിട്ട് തന്നെ വരാൻ നോക്കി. അന്ന് ശരിയായില്ല. അപ്പൊ പറഞ്ഞു, ഈ കുന്തൊന്നും വേണ്ട, നിങ്ങൾ വാ, നേരെ വാ എന്നൊക്കെ പറഞ്ഞ് അന്ന് സാധാരണ ഒപ്പിച്ച് പ്രസംഗിച്ചു പോയി. അപ്പൊ ക്ലിപ്പിംഗിൽ കളി നടത്തണ്ട, അല്ലാതിട്ടോളൂ. എന്റെ പ്രസംഗത്തില് ഞാൻ പറഞ്ഞ ഭാഗം കൃത്യമായിട്ട് കേൾപ്പിച്ചോളൂ, ഒരു കുഴപ്പമില്ല. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് അപ്പുറത്തും ഇപ്പുറത്തും ടെക്ക് കട്ട് ചെയ്യാതെ നിങ്ങൾ കേൾപ്പിക്ക്, എന്നിട്ട് മറുപടി പറയാ. അതാണ് ആണത്വം. അത് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിഷയത്തിന്റെ ആകത്തുകയായി പറഞ്ഞിട്ടുള്ളത്. ഖുർആനും സുന്നത്തും നമുക്ക് വേണ്ട, ഞങ്ങൾ സ്വീകരിക്കൂല എന്നാണ് സുഹൈൽ തങ്ങൾ പറയുന്നത്. ഒന്ന് പെട്ടെന്ന് കേൾപ്പിച്ചോളൂ, സമയത്തിന്റെ വളരെ. ഖുർആനും സുന്നത്തും കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് വേണ്ടത് ഇത്തരം അവരെ നേതാക്കന്മാരെ തെളിവാണ്. ഖുർആനും സുന്നത്ത് നമുക്ക് വേണ്ട. ഞങ്ങൾ പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. നമ്മളിലേക്ക് അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ റസൂൽ തന്ന് വിട്ടെത്തുന്നു. നമ്മളെ ആ ഖുർആൻ പഠിക്കണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ചു വിട്ടതാ. നമ്മൾ സ്വഹാബത്ത് താബീന് കൈമാറി, താബീങ്ങൾ അടുത്ത തലമുറക്ക് കൈമാറി. അങ്ങനെ കൈമാറി നമ്മുടെ കൈകളിൽ പരിശുദ്ധ ഖുർആനാണ് രേഖ. ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ എന്തൊരു കാര്യം തെളിയിച്ചാലും അത് സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. പിന്നെ സുന്നത്താണ്, സുന്നത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. സ്വഹീഹായ ഒരു ഹദീസ് കിട്ടിയാൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ സക്കാഫിമാരെ, നിങ്ങളുടെ സ്വഭാവോ മക്കത്താണ്ട് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചു. തെളിവ് ഖുർആനും ഹദീസും കൊണ്ടാ നിങ്ങൾ പറഞ്ഞത് ആണോ? മക്കത്ത് കൊടികുത്ത് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചു. തെളിവ് ഖുർആനും ഹദീസും കൊണ്ടാ പറഞ്ഞത്. കേട്ടോ, നാദാപുരത്ത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട് മക്കത്താണ്ട് നേർച്ചുണ്ടോ എന്ന് ചോദിച്ചു. തെളിവ് മൂപ്പര് പറയുന്നത് ഖുർആനും ഹദീസും കൊണ്ടാ പറയുന്നത്. കേട്ടോളൂ. മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോന്ന്? ഹജ്ജ് നേർച്ച കണ്ടില്ലേ? ഭയങ്കര ഖുർആന്റെ സുന്നത്തിന്റെ ആൾക്കാരാ. മക്കത്താണ്ട് നേർച്ചുണ്ടോ ചോദിച്ചപ്പോ ഉണ്ട്. ഹജ്ജില്ല എവിടെ? അതന്നെയാണ് ആണ്ട്. അത് നേർച്ചയാക്കലുണ്ടോ? പിന്നെ ഹജ്ജ് നേർച്ചയാക്കലില്ലേ? ഇതാങ്ങളെ ഖുർആനും സുന്നത്തും. എത്ര പറയാനുണ്ട്. മക്കത്ത് കൊടികുത്ത് നേർച്ച, ഞാൻ ഇനി ക്ലിപ്പിടുന്നില്ല. മക്കത്ത് കൊടികുത്ത് നേർച്ചുണ്ടോ എന്ന് പേരോടിനോട് ചോദിച്ചു. അപ്പൊ എല്ലാ രാജ്യത്തിന്റെയും കൊടികുത്താൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അവിടെ കുത്തിയിട്ടുമുണ്ട്. അതാണ് കൊടികുത്ത് നേർച്ച. എല്ലാ രാജ്യത്തിന്റെയും പതാക അവിടെ കുത്തിയിട്ടുണ്ട്, അതാണ് കൊടികുത്ത് നേർച്ച. എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും വേണ്ട. പിന്നെ ഖുർആനും സുന്നത്തിന്റെ ആൾക്കാർ ഓരാ? ഖുർആനും സുന്നത്തിന്റെയും ആളുകൾ അവര്. നമ്മൾ ഖുർആനും സുന്നത്തൊന്നും സ്വീകരിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞു പോകുന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ. എന്നാൽ സുഹൈൽ മുസ്ലിയാരെ, നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് കിതാബൊക്കെ എടുത്ത് ഇങ്ങനെ ഉദ്ധരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞപ്പോ സ്വപ്നത്തിന്റെ കഥയല്ലേ പറയുന്നത്? അല്ലേ? സ്വപ്നത്തിന്റെ കഥയല്ലേ നിങ്ങൾ പറയുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്ന് പറയുന്ന ആള് സ്വപ്നം കണ്ടതല്ലേ? നിങ്ങൾ സുഹൈൽ മുസ്ലിയാർ പ്രസംഗിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് പേരോടിന്റെ പ്രസംഗമെങ്കിലും ഒന്ന് കേൾക്കണം.
മുജാഹിദ് സ്ഥാനത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് പേരോടിന്റെ പ്രസംഗങ്ങളും കേൾക്കണം. സ്വപ്നം എത്ര വലിയ ഉസ്താദ് എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ആര്? അമ്പിയാക്കന്മാരുടെ സ്വപ്നേ സത്യമുള്ളൂ, വേറെ ആര് വന്ന് സ്വപ്നം പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ആരാ പറഞ്ഞത്? സ്വപ്നം കണ്ടൊരു കഥ പറയാണ്, അല്ലേ? സ്വപ്നം കണ്ട കഥ പറയാ, നിങ്ങൾ സ്വപ്നത്തിന്റെ പിന്നാലെയാണ്. അൽ ഹിക്കമ ദർസിൽ പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചതിന് കാന്തപുരം പറഞ്ഞത് ആ ഖബറാളി സ്വപ്നത്തിൽ എന്റെ അടുക്കൽ വന്നു എന്നാ. എന്നിട്ട് എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹം പറയാതിരിക്കാൻ പാടില്ല എന്നാ. അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യും. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അജിസ്നി ലിതദ്രീസിൽ ഹിക്കം, അങ്ങയുടെ ഹിക്കം എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളും പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ സിയാറത്ത് കഴിഞ്ഞു അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നഅം അജസ്തുക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു. അല്ലാഹു അങ്ങനെ പറഞ്ഞ സക്കാഫിമാരും തലമുത്തപ്പൻ നേതാക്കന്മാരും പേരോട് പഠിപ്പിക്കുക, സ്വപ്നം വേണ്ടട്ടോ. കേട്ടോളൂ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ, അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ, അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടില്ലേ? സ്വപ്നം ആര് വന്ന് പറഞ്ഞാലും എത്ര വലിയ ഉസ്താദ് പറഞ്ഞാലും സ്വപ്നം സ്വീകരിക്കാൻ പറ്റൂല എന്ന് കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്വപ്നത്തിന്റെ കഥയായിട്ടാണ് സുഹൈൽ മുസ്ലിയാർ തുടക്കം തന്നെ ഈ ഖണ്ഡനത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചു തുടങ്ങുന്നത്. കൂട്ടരെ, ഇങ്ങക്ക് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗമെങ്കിലും ഒന്ന് കേട്ടിട്ട് മറുപടി പറഞ്ഞൂടെ? ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ആ വിഭാഗത്തിൽ ഗ്രൂപ്പിൽപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗമെങ്കിലും കേട്ടിട്ട് ഒന്ന് മറുപടി പറഞ്ഞൂടെ? സ്വപ്നമായിട്ടാ തെളിവായിട്ട് വരുന്നത്.
കാന്തപുരം വരെ സ്വപ്നത്തിലായി ഇപ്പോഴും തെളിവുദ്ധരിക്കുന്നത് അല്ലേ? ഈക്ക വിഭാഗത്തിൽ നിന്ന് ആള് മാറാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ? നബിനെ കാണാൻ പൂതിയായ ഒരു ഈക്ക വിഭാഗക്കാരൻ കാന്തപുരത്തിന്റെ വിഭാഗത്തിലെ ആളുകൾ തട്ടിവിടുക. ഈക്ക വിഭാഗത്തിലെ ഒരാൾക്ക് നബിനെ കാണാൻ ആഗ്രഹമായി. അയാൾ ആഗ്രഹിച്ചു, എന്താ നബിയെ കാണാനുള്ള മാർഗം? അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കൊതിയുണ്ട് അയാൾക്ക്. ഒരു ദിവസം ഉറക്കത്തിൽ അയാൾ കാണുന്നു, നബിയെ കാണേണ്ടവരൊക്കെ ലൈനിൽ നിന്നോളൂ. അയാൾ പോയി ഉറക്കത്തിലൊക്കെ ലൈനിൽ നിന്നു. നീണ്ട ലൈനായിരുന്നു, പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പിറകിൽ നിന്നു. ലൈൻ അങ്ങനെ മുന്നിലേക്ക് നീങ്ങിയെത്തി. അവസാനം ഒരു റൂമിലേക്ക് കയറാൻ അനുവാദം കിട്ടി. അവിടെ ഇരിക്കുന്നു അതാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്ര കട്ടിയുള്ള ടിക്കറ്റുകളുണ്ട്. നബിയെ കാണാനുള്ള ടിക്കറ്റ് കാന്തപുരം മുറിച്ചു തന്നിട്ട് ആ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ഇനി ഈ കെ വിഭാഗത്തിൽ നിന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള ടിക്കറ്റ് വരെ കാന്തപുരത്തിന്റെ കയ്യിലാണ്. മനസ്സിലായോ? ഇതൊക്കെ നാട്ടിൽ ഇല്ലാന്ന് പറയോ? സുഹൈൽ മുസ്ലിയാർ വന്നിട്ട് അടുത്ത പ്രസംഗത്തിൽ ക്ലിപ്പിട്ട് കാണിച്ചു തരാം. ഈ ഇത്തരത്തിലുള്ള നുണ കള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ട് ഈ സമുദായത്തെ പിടിച്ചു നിർത്തിയേ. എന്നോട് പറയാം, എടക്കരയിൽ വേറൊരു മുഖം വേണ്ട, ഇവിടെ ഒരു വേറെ മുഖം വേണ്ട. ജാറ അവിടെ പൊളിച്ചതറിഞ്ഞിട്ടും ഇവിടെ വന്നിട്ട് ആളുകളെ മുമ്പിൽ നല്ലൊരാളായിട്ട് ചമയണ്ട, അല്ലേ? സ്വലാത്ത് ചൊല്ലിക്കോളി, തീവ്രവാദം വേണ്ട, ഭീകരവാദം വേണ്ട എന്നൊന്നും പറയണ്ട. ആർക്കാ സത്യത്തിൽ രണ്ടു മുഖം ഉള്ളത്? ഒരൊറ്റ കാര്യം കൂടി പറയാം, സമയം വൈകി അവസാനിപ്പിക്കുക. ഒരൊറ്റ കാര്യം, ആർക്കാ രണ്ട് മുഖം ഉള്ളത്? നല്ല തലയെക്കെട്ടും മട്ടും കന്തൂറക്കെട്ട് അറബിനെ കണ്ട കാന്തപുരം കൂട്ടുവാർത്ത നടത്തുവോ? ഒരു അറബി പിന്നിലുണ്ടെങ്കിൽ കാന്തപുരം കൂട്ടുവാർത്ത നടത്തുവോ? സലഫിയായ അറബി പിന്നിലുണ്ടെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ എത്ര വലിയ നേതാക്കന്മാരെന്നാലും അത് ഖുർആനിന്റെ സുന്നത്തിന്റെ ആദർശമായതുകൊണ്ട് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. കാന്തപുര വിഭാഗത്തിൽപ്പെട്ട പള്ളി ഫറൂഖ് ഭാഗത്ത് പോയി അന്വേഷിക്ക്. ഉണ്ടാക്കിയ പള്ളിയിൽ ആ ഉദ്ഘാടനത്തിന് അറബി വന്നപ്പോ ഭാര്യ വന്നിരുന്നു. ഒരിടത്ത് പള്ളി കയറി സ്കരിച്ചില്ലേ? എന്റെ മുസ്ലിയാർ ഒന്ന് മറുപടി പറ. ദൂരെ നിന്ന് വന്നതായത് കൊണ്ട് കുഴപ്പമില്ലെന്നുണ്ടോ? ഫത്വണ്ടെങ്കിൽ പറ. ആ ഭാഗത്തൊന്നും തൊട്ടിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. സുഹൈൽ മുസ്ലിയാര് കാന്തപുരത്തിന്റെ പിന്നില് വട്ടിയിട്ട അറബികൾ ഉണ്ടായപ്പോ കൂട്ടുപാത്തനല്ല, കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന കാന്തപുരം ഉണ്ടല്ലോ, മുത്താനിങ്ങനെ വെച്ചുകൊടുക്കുന്ന കാന്തപുരം. അറബിനെ കണ്ടപ്പോ ദാ മുന്നിലിങ്ങനെ നടന്നു പോവുക കാന്തപുരം ഒറ്റക്ക്. ഒരു പാവപ്പെട്ട മുസ്ലിയാർ വന്ന് കാന്തപുരത്തിന്റെ കയ്യിലോട്ട് പിടിക്കുകയാണ് മുത്താന്. പക്ഷേ പെട്ടെന്ന് ബേക്കോട്ട് നോക്കിയപ്പോ അറബികളെ കണ്ടപ്പോ കാന്തപുരം ഒറ്റ വലി. മുത്താൻ സമ്മതിച്ചില്ല. അണ്ടിപോയ അണ്ണാനെ പോലെ വിഷണ്ണനായി നിൽക്കുന്ന പാവപ്പെട്ട മുസ്ലിയാരുട്ടി കണ്ടൊരംഗം. ആരാ രണ്ടു മുഖം? ആർക്കാ രണ്ടു മുഖം? ശ്രദ്ധിച്ചോളൂ. കണ്ടോ? നിസ്കാരം കഴിഞ്ഞു, ഒരു കൂട്ടുവാർത്തനയില്ല, അവിടെ എണീറ്റു. അല്ലെങ്കിൽ എന്റെ മുമ്പിടുങ്ങള് ധൈര്യം ഉണ്ടെങ്കിൽ. ഒന്നുമില്ല, നിസ്കാരം കഴിഞ്ഞു, കൂട്ടുപ്രാർത്ഥന നടന്നു. അറബികളുടെ കണ്ടിട്ട് പോകാൻ പറയാം. കണ്ടോ? കയ്യമ മുത്താൻ നോക്കി വലിച്ചു. വിഷയം മനസ്സിലായുണ്ടോ? അപ്പൊ ആർക്കാ രണ്ടു മുഖമുള്ളത്? ആർക്കാണ് രണ്ടു മുഖമുള്ളത്? രണ്ടു മുഖം കാണിക്കണ്ട, രണ്ട് സ്വഭാവം കാണിക്കണ്ട എന്ന് പറയുന്നവർ കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ശരിക്കും കണ്ടോളൂ, സ്ക്രീനിലേക്ക് ശരിക്കും നോക്കിക്കോളൂ. ഇരുമുഖം കാണിക്കുന്നത് ആരാണെന്ന് കണ്ടില്ലേ? പാവപ്പെട്ട ആ മുസ്ലിയാരുട്ടി ബേക്കിൽ അറബിനെ കണ്ടപ്പോ കയ്യിൽ മുത്താൻ പോലും സമ്മതിക്കാത്ത സ്വഭാവക്കാരൻ. ആർക്കാ രണ്ടു മുഖം ഉള്ളത്? പൈസക്ക് വേണ്ടി രണ്ടു മുഖം കാണിക്കുന്നതാരാ? പണത്തിന് വേണ്ടി രണ്ടു മുഖം കാണിക്കുന്നതാരാ? കാന്തപുരത്തിന്റെ ചോറ് നിന്ന് വളർന്ന് ആ മർക്കസിൽ നിന്ന് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കൊന്നും അല്ലെങ്കിൽ ഒരു റാങ്ക് വാങ്ങി പുറത്തു വന്ന ഹസൻ സഖാഫി കാന്തപുരത്തെ കുറിച്ച് പറയുന്നതൊക്കെ അത്ഭുതത്തോടു കൂടി മാത്രമേ കേൾക്കാൻ പറ്റും. ഞാൻ കേൾപ്പിക്കുന്നില്ല. ഹസൻ സഖാഫി പറയുന്നുണ്ട്, ഗൾഫിൽ ചെന്ന തറാവി നിസ്കാരത്തിൽ 8 റക്അത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിക്കും കാന്തപുരം. അപ്പൊ ചോദിച്ചു ഉസ്താദിനോട്, എന്താ അങ്ങനെ? അത് ഞാൻ 8 റക്അത്ത് അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇവിടെ 8 റക്അത്താണ്. അവസാനം ഞാൻ 8 റക്അത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അടുത്ത നിസ്കാരം റക്അത്ത് തുടങ്ങുമ്പോഴാണ് മനസ്സിലാണ് ഇവിടെ 8 റക്അത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഏതായാലും ഞാൻ അറിഞ്ഞത് അപ്പോഴാണല്ലോ, പിന്മാറി. പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ ആ പള്ളിയുടെ വരാന്തയിൽ പോയി ബാക്കി പൂർത്തിയാക്കി. ഹസൻ സഖാഫിയാർ അന്വേഷിച്ച് നോക്കിയപ്പോ ആ പള്ളിക്ക് വരാൻ തന്നെയല്ല. നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം, ചെയ്യല്ലേ, അബദ്ധമാണത്. ഏത് ഖബർ കെട്ടിപ്പൊക്കല്ലേ, ഖബറിന് കുമ്മായമടിക്കല്ലേ, ഖബറിന്റെ മേലെ പച്ചപ്പതപ്പിട്ട് മൂടല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനടുക്കൽ ചെന്നിട്ട് അവിടെ നബീന്റെ അടുക്കലേക്ക് നബിയേ എന്ന് വിളിച്ച് കൈയുയർത്തിയാൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പണ്ഡിതന്മാരും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് വലിയ കളവാണ്. എന്നിട്ട് രാജാവ് വരുന്ന രംഗമൊക്കെ കാണിച്ചെന്നു അല്ലേ? അതിന് ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കൊടുത്തതല്ലേ? ആ രാജാവ് എന്താ പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ടോ?
ആ രാജാവ് എന്താ പ്രാർത്ഥിച്ചത് നിങ്ങൾ സദസ്സിനെ കേൾപ്പിച്ചോ? അത് കേൾപ്പിക്കുന്നാല് അപ്പൊ ഞാൻ മറുപടി പറയാ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശബ്ദം കൊടുത്തതാ ആ പണ്ഡിതന്മാരുടെ രാജാക്കന്മാരുടെ പേരിങ്ങനെ പറയാണ്. അതല്ലാതെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറടുക്കൽ ചെന്ന് നബിയെ നിങ്ങൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ ഖബറാളികളുടെ മുന്നിൽ ചെന്ന് എനിക്ക് കുട്ടിയെ തരണമേ, എന്നെ രക്ഷിക്കണേ, എന്റെ പ്രയാസങ്ങൾ അകറ്റണേ, സ്വർഗം വാങ്ങിത്തരണേ തങ്ങളെ എന്നൊക്കെ പറയുന്നത് പോലെ നാട്ടിൽ നടക്കുന്നത് പോലെയുള്ള ആ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മുമ്പാകെ ചെന്ന് നടത്തിയാൽ അവിടെ അടി കിട്ടും, യാതൊരു സംശയവുമില്ല. ഒരു സംശയം വേണ്ട. നബിന്റെ ഖബറടുക്കൽ ചെന്ന് 4 കൊല്ലം സലാം പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നബി സലാം അടക്കുകയും 5-ാമത്തെ കൊല്ലം ചെന്ന് പറഞ്ഞപ്പോ മടക്കുന്നില്ല. നബിയെ എന്താ സലാം അടക്കാത്തതെന്ന് കരഞ്ഞു ചോദിച്ചപ്പോ നീ TV കാണുമ്പോ പെണ്ണുങ്ങളെ കാണുന്നില്ലേ എന്ന് നബി ഖബറിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചു. അതൊക്കെ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് കേൾപ്പിക്കാം. ഈ ശുദ്ധക്കളവ് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ അങ്ങനെയുള്ള നബിയോടുള്ള ഒരു പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ടോ? രാജാക്കന്മാരുടെ ഫോട്ടോ കാണിച്ചു തന്ന്, അവർ കൈ ഉയർത്തിയതും കാണിച്ചു തന്ന്, അവർ നിസ്കരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയും കാണിച്ചു തന്ന്, ആ രംഗം കാണിച്ചിട്ട് എവിടെ അടി കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകളെ പൊട്ടീസരാക്കുമ്പോ ആ രാജാക്കന്മാര് അതിന്റെ കൂടെ വന്നവർ എന്താ ദുആ ചെയ്തതെന്ന് കേൾപ്പിക്കുന്നാല് എന്നതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, നബിദിനാഘോഷത്തിന് തെളിവായി അള്ളാഹുവിന്റെ പ്രവാചകൻ അതേ സ്വന്തത്തിന് വേണ്ടി 40-ാമത്തെ വയസ്സില് മൃഗത്തെ അറുത്തിട്ടുണ്ട്. 41-ൽ അറുത്തത് കാണിച്ചോണ്ട, 42-ൽ അറുത്തത് കാണിച്ചോണ്ട, 43-ൽ അറുത്തത് കാണിച്ചോണ്ട. എല്ലാ കൊല്ലം വരുന്നില്ലേ ജന്മദിനം? എന്തേ അങ്ങനെ ഒരൊറ്റ കൊല്ലം മാത്രം? ഹദീസിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ച് പറ, കൃത്യമായിട്ട് പറ, അതിന്റെ സനദൊക്കെ ഒന്ന് വായിച്ചിട്ട് പറ. ആ ഹദീസിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ വായിക്കും. എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിശദീകരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ പലതും ഇതാ കിതാബ് വന്നോ എന്നൊക്കെ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ സുഹൈൽ മുസ്ലിയാരെ, ഇത് പറഞ്ഞിട്ട് ഇന്നതാ കിതാബ് ഇതാ വന്നു നോക്കിക്കോള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സിലേക്ക് ഒരു ദിർഹം സംഭാവന ചെയ്യാൻ ആരുണ്ട്? അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്, അവനിന്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചതായിട്ടോ സ്വഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചതായിട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിതാബൊക്കെ ഉയർത്തി കാണിക്കുമ്പോ എന്തേ അവിടെ പതുക്കെ പറഞ്ഞു പോയത്? എന്തേ കിതാബ് ധരിക്കാത്തത്? ആര് പറഞ്ഞു എന്ന് പറയാത്തത് എന്താ? എവിടെയാണ് പറഞ്ഞു എന്ന് പറയാത്തത് എന്താ? അതിന് വിശദീകരണം പറയാത്തത് എന്താ? അതിന്റെ ഹദീസ് പറയാത്തത് എന്താ? എന്തേ പറയാത്തത്? അത് കൃത്യമായി കളവാണെന്നറിയാം, അതുകൊണ്ട് തന്നെ പറയാത്തത്. അല്ലെങ്കിൽ പറ അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് അപ്പൊ നമുക്ക് വിശദീകരിക്കാം. ആര് പറഞ്ഞു? ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു? എവിടെയാണ് പറഞ്ഞത്? അതിന്റെ സനദ് ഏതാണ്? ആ സനദിൽ ആരെങ്കിലും സിഹത്തില്ലാത്തവരുണ്ടോ? അതൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മറുപടി പറയും. ഇത് തമാശയല്ല, കൃത്യമായിട്ടാണ് പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതിന്റെ ആകത്തുക അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷ കിട്ടണമെന്ന ആഗ്രഹമാണ്. ഈ ജനങ്ങളെ ചതിക്കരുത്, ജനങ്ങളെ വഞ്ചിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന്റെ പേരില് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് അതെ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ ആയത്തിന് സമയത്തിന്റെ കുറവ് കൊണ്ടാണ് വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. അത് ഖുർആനിനെ പറ്റിയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം കൊടുത്തത് ഹിദായത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ വ്യാഖ്യാനമുണ്ട്. മൂന്നാമതായി കൊടുത്ത വ്യാഖ്യാനം അത് നബിയെ കുറിച്ചാണ് റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. തെളിവ് പറയുന്നവർ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഹിദായത്ത്, റഹ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാ ഒരാൾ മുസ്ലിമായി അതിങ്ങനെ മുസ്ലിമായ ദിവസം നോക്കി ഡേറ്റ് നോക്കി നിങ്ങൾ ആഘോഷിക്കലുണ്ടോ? ഇല്ല. അപ്പോ ഇതേ ആയത്തിന് തഫ്സീറിൽ 1, 2, 3, 4 വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ആയത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയാണെന്ന് അഭിപ്രായപ്പെട്ടവർ, അതേപോലെ ഹിദായത്താണെന്ന് അഭിപ്രായപ്പെട്ടവർ, ഖുർആനാണെന്ന് അഭിപ്രായപ്പെട്ടവർ ഒക്കെയുണ്ട്. എങ്കിൽ ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ആ ഖുർആൻ ഇറങ്ങിയ ഒരു ദിവസം ഇങ്ങനെ ആഘോഷിക്കുക, അങ്ങനെ ഉണ്ടോ? ഒരു പ്രത്യേക ഒരു പരിപാടി അതിനു വേണ്ടി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറഞ്ഞു, അല്ലാതെ ഒരു പ്രത്യേക ആഘോഷം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് എന്നാണ് വ്യാഖ്യാനമെങ്കിൽ ആ ഹിദായത്ത് ഒരാൾക്ക് കിട്ടിയ ഡേറ്റ് നോക്കി അതൊരു ആഘോഷമാക്കി മാറ്റുക, എല്ലാ കൊല്ലം ഒരു ആഘോഷമാക്കി മാറ്റുക, അങ്ങനെ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ
റസൂലിന്റെ ജന്മദിനാഘോഷം അള്ളാഹുവിന്റെ റസൂൽ നടത്തിയിട്ടുണ്ടോ? ഇല്ല. 40-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ റസൂലിന് മൃഗത്തെ അറുത്തു എന്ന് വാദിക്കുമ്പോ എന്റെ 40-ൽ മാത്രം 41-ലില്ലേ, 42-ലില്ലേ, 43-ലില്ലേ? അള്ളാഹിന്റെ റസൂല് മരിച്ചിട്ടും പതിറ്റാണ്ടുകൾ ജീവിച്ച ഭാര്യമാരാരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിന ആഘോഷം നടത്തിയതായി തെളിയിക്കാനാകുമോ? 4 ഖലീഫമാർ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചതായി തെളിയിക്കാനാകുമോ? ആവില്ല. 1-ാം നൂറ്റാണ്ടില്, 2-ാം നൂറ്റാണ്ടില്, 3-ാം നൂറ്റാണ്ടില്, 4-ാം നൂറ്റാണ്ടിലൊക്കെ തെളിവുണ്ടോ? തടവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ വരെ പറഞ്ഞത് അത് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായതാണെന്ന്. ഇവിടെ പ്രസംഗിക്കുന്ന മുസ്ലിയാർ പറയാ നബിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. തടവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർക്ക് മനസ്സിലാകാത്തത് സുഹൈൽ മുസ്ലിയാർക്ക് മനസ്സിലായോ? നിങ്ങൾ ഏത് പണ്ഡിതന്മാരാ അങ്ങനെ പറയാറുള്ളത്? നബിയുടെ കാലത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല പണ്ഡിതന്മാരും ഒഴിഞ്ഞു മാറാറുള്ളത്. അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ച് അതിനെ ന്യായീകരിക്കുകയാണ് പതിവുണ്ടാകാറുള്ളത്, അല്ലേ? എന്നിട്ട് കോടികൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ ചെയ്യുന്ന ജന്മദിന ആഘോഷം അത് തെറ്റാണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിച്ചാൽ ഇത്ര കോടി ഇനാമെന്നൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉള്ളതിനാണ് തെളിവുണ്ടാകേണ്ടത്. അതൊരാഘോഷമാണെങ്കിൽ പെരുന്നാളിന് എങ്ങനെ പോകണം, എങ്ങനെ തിരിച്ചു വരണം, എന്ത് ചെയ്യണം, എങ്ങനെ തക്ബീറുകൾ ചെല്ലണം, നിയമമുണ്ട്. മലമൂത്ര വിസർജന ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാല് വെക്കണം, ഏത് കാലിന് തിരിച്ചു വരുമ്പോൾ ഏത് കാലിന് മുന്തിക്കണം, എന്ത് ചൊല്ലണം, തിരിച്ചു വരുമ്പോൾ എന്ത് ചൊല്ലണം, പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ട് ഇത്രയും വലിയൊരു ആഘോഷം ഇസ്ലാമിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് നിസ്കാരം, പ്രത്യേക നിസ്കാരമുണ്ടോ, എന്തെങ്കിലും ഒന്ന് നബിയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? അതിനൊക്കെയാണ് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. ഇല്ല, രേഖയില്ല. ബിദ്അത്തുൻ ഹസന, അത് പുതുതായി ഉണ്ടായതാണെങ്കിലും നല്ലതല്ലേ എന്ന ചിന്തയാണ് ഈ സമുദായത്തെ പിടികൂടിയിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ആ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സ്വപ്നക്കഥകൾ പറഞ്ഞ് കള്ളക്കഥകൾ പറഞ്ഞ് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഇൻഷാ അല്ലാഹ് ഇനിയും അതിന് അവസരം നൽകണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ള നോട്ടീസുകൾ അടിച്ചിറക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയെ മർക്കസിൽ എത്തിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം വരെ ഉണ്ട് എന്ന് ശുദ്ധക്കളവ് പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ കള്ളപ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മഞ്ഞ കവറിൽ ഒരു കത്ത് കിട്ടി, ഇതിപ്പോൾ വായിക്കണമെന്ന് അതിന്റെ 2 ഭാഗത്തും എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ വായിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ വായിക്കുകയാണ്. ഈ കത്തിലുള്ളത് എന്താണെന്നറിയോ? ഒരു അഭ്യർത്ഥന. 31/1/2011 മടക്കര. വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് സ്വയം വിഡ്ഢികളാവുകയും ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നതിലൂടെ മുസ്ലിം സമുദായം മറ്റു സമുദായത്തിന് മുന്നിൽ അപമാനിതരാവുകയാണ്. അതിനാൽ ഒരു തുറന്ന വേദിയിൽ ഇരു കൂട്ടരും ഒരു സംവാദത്തിന് തയ്യാറാവുക തന്നെ വേണം. കൽപ്പനയുണ്ടോ? തന്നെ വേണം. അതിനു വേണ്ട സാഹചര്യം ഞങ്ങൾ ഒരുക്കിത്തരും. അല്ലാത്ത പക്ഷം ഇത്തരം പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതികരണ വേദി. ഈ പ്രതികരണ വേദി അതിൽ ഈക്കിൻ ജമാഅത്തും മുജാഹിദൊന്നും ഉണ്ടാവില്ല കേട്ടോ. APക്കാരാണ് എഴുതിയാൽ മതി. പിന്നെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മറുപടിയും കൂടി പറയാണ്. ഇവിടെ സുഹൈൽ മുസ്ലിയാർ പറഞ്ഞു, മറുപടി നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നേ, അതുകൊണ്ട് നിങ്ങൾ മറുപടി നിങ്ങൾ എന്തായാലും പറയണം. പിന്നെ സംവാദത്തിന് ഞങ്ങൾ റെഡിയാ. നിങ്ങളാ വെല്ലുവിളിക്കണം കേട്ടോ, മനസ്സിലാക്കണം. നിങ്ങളാണ് സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്. നിങ്ങൾക്കാണ് സംവാദം ആവശ്യമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പണ്ഡിത സംഘടന ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, AP വിഭാഗത്തിന് ഒരു പണ്ഡിത സംഘടന ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലെറ്റർ ഹെഡിൽ കഴിഞ്ഞിട്ട് പറയാം. അതിന്റെ ലെറ്റർ ഹെഡിൽ കൃത്യമായി അല്ലല്ലേ, ആയിക്കോട്ടെ, എന്നാ മാറ്റി പറയാം. APക്കാരല്ല എന്നാ പറയണേ, ആയിക്കോട്ടെ, ശരി. ഇത് പ്രതികരണ വേദി എന്നാ കൊടുത്തത്. ഏതായാലും ആയിക്കോട്ടെ, APക്കാരല്ലെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ സുന്നി ആയിരിക്കും, അല്ലെങ്കിൽ AP ആയിരിക്കും, അല്ലെങ്കിൽ EK ആയിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാനയായിരിക്കും, അല്ലെങ്കിൽ മുജാഹിദായിരിക്കും, അല്ലെങ്കിൽ മുജാഹിദ് എന്ന് പോയ ആളുകളായിരിക്കും. നിങ്ങൾക്കൊരു സംഘടന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംവാദം നടത്തുമ്പോൾ ആ ഭാഗത്തും പണ്ഡിതന്മാർ വരണമല്ലോ. അതുകൊണ്ടൊരു സംഘടന ഉണ്ടാവും, പണ്ഡിതന്മാരുണ്ടാകും. ആ പണ്ഡിത സംഘടനയുടെ ലെറ്റർ പേഡിൽ ഔദ്യോഗികമാണ് സംവാദം. അതിന് നിയമമുണ്ട്. കൃത്യമായി എവിടെ തുടങ്ങണം, എപ്പോ തുടങ്ങണം, ഏത് വിഷയം ചർച്ച ചെയ്യണം, എത്ര പണ്ഡിതന്മാര് വേണം, കേൾക്കാൻ എത്ര പേര് വേണം, അങ്ങനെയൊക്കെ സംവാദം നടക്കാറുള്ളത്. നിങ്ങൾ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ട് നിങ്ങളുടെ പണ്ഡിത സംഘടന ഏത് പ്രതികരണ വേദിയാണെങ്കിലും അവർക്കൊരു പണ്ഡിത സംഘടന ഉണ്ടെങ്കിൽ ആ പണ്ഡിത സംഘടനയുടെ ലെറ്റർ പേഡിൽ ഞങ്ങൾ സംവാദത്തിനൊരുക്കമാണ് എന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനകം
അതിന് കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത സംഘടനയിൽ നിന്ന് ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്, വ്യവസ്ഥ എഴുതാൻ തയ്യാറാണെന്ന മറുപടി തരും. പിന്നെ എന്റെ ക്ലിപ്പന്നെ ഇവിടെ ഇട്ടിരുന്നു, ഫോണിൽ കൂടി ഇങ്ങനെ വിളിക്കുക കേട്ടോ. ഒരു ശംസുദ്ദീൻ മരപ്പുറ എന്ന് വിളിയാ പണി, അത് തന്നെ പറയണേ. നിന്നോട് ഞാൻ കുറെ വട്ടം പറഞ്ഞതാണ്, വിളിയോട് വിളിയാ. ഇവിടെ നിന്ന് പോയാൽ തുടങ്ങും വിളി, സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ, അങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. ഞാൻ ചെന്ന് പ്രസംഗിക്കാൻ നേരത്തെ നേരിട്ട് വന്നു, നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഞാൻ പറഞ്ഞു പണ്ഡിത സംഘടന നിങ്ങൾക്കുമുണ്ട് നമുക്കുമുണ്ട്. അപ്പോ സംവാദത്തിനുണ്ട്, പണ്ഡിത സംഘടന നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ പണ്ഡിത സംഘടന, ഞങ്ങളോട് ഞങ്ങളുടെ പണ്ഡിത സംഘടന പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി ഒരു സംവാദം ഏറ്റെടുക്കണമെങ്കിൽ കേരള ജമിയത്തുൽ ഉലമ അറിയണം. അതുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ നിയമം ഞങ്ങൾ പാലിക്കുന്നു. നിങ്ങൾക്കൊരു സത്യം മനസ്സിലാവാണ് ആവശ്യം, ജനങ്ങൾക്ക് ഹൈറ് ഉണ്ടാവുക എന്നാണ് ആവശ്യം. അതുകൊണ്ട് പണ്ഡിത സംഘടന ലെറ്റർ പേഡിൽ എഴുതി തന്നുകൊണ്ട് ഒന്നും പോവാനില്ല. ആ എഴുത്ത് തരിക, ഞങ്ങളത് സ്വീകരിക്കും, അതിന് മറുപടി ഉടനെ തരും. ഞങ്ങൾ സംവാദത്തിന് ഒരുക്കമാണെന്ന് അറിയിക്കും, വ്യവസ്ഥക്കിരിക്കും, വ്യവസ്ഥയിൽ എത്ര ആൾ പങ്കെടുക്കണമെന്ന് അറിയിക്കും, എവിടെയാണ് സംവാദം നടത്തേണ്ടതെന്ന് തീരുമാനിക്കും, ഏതാ ഡേറ്റ് എന്ന് തീരുമാനിക്കും, എപ്പോ തുടങ്ങണമെന്ന് തീരുമാനിക്കും, ഇരുഭാഗങ്ങളിൽ എത്ര പേര് ഇരിക്കണമെന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ച് ഇൻഷാ അല്ലാഹ് സംവാദം നടത്താൻ ആ വ്യവസ്ഥ പാലിക്കുമെങ്കിൽ ഞങ്ങൾ 100 വട്ടം തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ് എന്ന് ഈ പ്രത്യേക വേദിയെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിക്കുവാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അല്ലാഹു തആലയെ ഓർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിക്കുവാനും അങ്ങനെ അത് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദീനിന്റെ സത്യമായ വശങ്ങളെ സത്യസന്ധമായി പ്രഖ്യാപിക്കുവാനും സത്യസന്ധമായി ജനങ്ങളെ കേൾപ്പിക്കുവാനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇൽമും സംവിധാനങ്ങളും അല്ലാഹു നമുക്കുണ്ടാക്കി തരുമാറാകട്ടെ. വ്യക്തിപരമായി ആരെങ്കിലും എടുത്തു പറയേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ ഹക്ക് മനസ്സിലാക്കാനാണ്. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് വരാനിരിക്കുന്ന പാരത്രിക ലോകത്ത്, ആ ശാശ്വതമായ അനശ്വരമായ ആ സ്വർഗലോകത്ത് അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ കൂടെ അല്ലാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ വാക്കുകളിലോ പ്രവർത്തനത്തിലോ നടത്തത്തിലോ ഇരുത്തത്തിലോ ഇടപാടുകളിലോ വല്ലബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചറബ്ബേ ഞങ്ങൾക്ക് നീ നിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് പുറത്തു മാപ്പ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.